നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. തലസ്ഥാനത്തെ നഗരസഭാ ഭരണം ബിജെപി നേടിയതിന്റെ ഭാഗമായി എത്തുന്ന നരേന്ദ്രമോദി റെയിൽവേയുടെ പരിപാടിയിൽ 4 ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ബിജെപിയുടെ പൊതുസമ്മേളനത്തിൽ നഗരസഭയുടെ വികസന ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദിക്ക് കൈമാറും. പ്രധാനമന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനങ്ങളും 2 പരിപാടിയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണയും അമൽ തേനംപറമ്പിലും വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഒപ്പം അമലുമുണ്ട്. രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് ഉള്ളത്. ഇന്നെന്താണ് പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പ്രതീക്ഷിക്കാവുന്ന പ്രഖ്യാപനങ്ങൾ? ഈ വികസന ബ്ലൂ പ്രിന്റിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും? മറ്റൊന്ന്, സാധാരണക്കാരൻ അറിയേണ്ട ഒരു കാര്യമാണ് ഗതാഗത നിയന്ത്രണം എങ്ങനെയൊക്കെ ആയിരിക്കും നഗരത്തിലെന്നത്. മോദി, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും വലിയ VIP തന്നെ എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്നത് ഒന്ന് BJPയുടെ പരിപാടിക്ക്, പിന്നെ റെയിൽവേയുടെ ഫ്ളാഗ് ഓഫ്, 4 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ്, ഇതിനു വേണ്ടിയാണ്. ഏറ്റവും പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമ്പോൾ 10 മണിക്കാണ് തിരുവനന്തപുരത്തെ ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്നത്, വിമാനത്താവളത്തിൻ്റെ. അവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന ഓവർബ്രിഡ്ജിലെത്തി. ഇവിടെ നിന്ന് റോഡ് ഷോയായാണ് ഏകദേശം 1/2 കിലോമീറ്റർ അകലെയുള്ള പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് എത്തുന്നത്. റോഡിന് ഇരുവശവും പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതിനുള്ള വലിയ ഒരുക്കങ്ങൾ, വലിയ ഫ്ലെക്സ് ബോർഡുകൾ പ്രധാനമന്ത്രി സ്വീകരിക്കാനായി ഒരുക്കിയിട്ടുണ്ട്. മാലകളെല്ലാം ഒരുക്കി, ഹാരങ്ങളെല്ലാം ഒരുക്കി, BJPയുടെ കൊടികളെല്ലാം കൊണ്ട് നിരത്തി വലിയ സ്വീകരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഒരു വശത്ത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് ഇപ്പോൾ ഉണ്ട്. മനു, ഏത് രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? അല്ല, കേരളത്തിൽ നരേന്ദ്രമോദി നിരവധി തവണ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തൊക്കെ. പക്ഷേ ഈ വരവെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം BJP കിട്ടിയ വലിയ അംഗീകാരം ജനങ്ങൾ തന്നതിന് ശേഷമുള്ള വരവാണ്. ഈ വരവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം പകരുന്നതാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം പകരുന്നതാണ്. BJP കേരളത്തിലെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നോട്ട് വെച്ച, രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമാണ്. തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചാൽ 45 ദിവസത്തിനകം നരേന്ദ്രമോദിജി വരുമെന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. സ്വീകരണമാണോ ഇവിടെ ഓവർബ്രിഡ്ജിൽ നിന്ന് പുത്തരിക്കണ്ടവർ ഒരുക്കിയത്? പുഷ്പവൃഷ്ടിക്കുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിജയിച്ച ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം വരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. വലിയ സ്വീകരണം, ഓവർബ്രിഡ്ജ് മുതൽ ആയിരക്കണക്കിന് ആളുകൾ കുറച്ച് സമയം ഇവിടെ നിറയുന്നതാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി BJPക്കാരല്ലാത്ത വലിയൊരു സമൂഹം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും വലിയ ആഘോഷത്തിനുള്ള, വലിയ സ്വീകരണത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. ഒരു വശത്ത് ഈ പുത്തരിക്കണ്ടത്തിനകത്ത് 2 വേദികളാണ് പ്രധാനമായും മോദി. അതിൽ ഒന്ന് റെയിൽവേയുടെ പരിപാടി. റെയിൽവേയുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് നടക്കുന്നത്, ആ ചടങ്ങ് നടക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്താണ്, ആദ്യ വേദിയിലാണ്. അത് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷമാണ് മറ്റൊരു വേദി. പുത്തരിക്കണ്ടത്തിനകത്ത് തന്നെ മറ്റൊരു വേദിയിലാണ് BJPയുടെ പരിപാടി. അതിലാണ് തിരുവനന്തപുരം നഗരസഭാ ഭരണം കിട്ടിയ BJPയുടെ വികസന രേഖ മേയർ VV രാജേഷ് പ്രധാനമന്ത്രിക്ക് കൈമാറുക. അത് പല മാതൃകകൾ ചേർത്തുള്ള തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രശ്നങ്ങൾ, അതായത് മാലിന്യ സംസ്കരണം, വെള്ളക്കെട്ട്, തെരുവുനായ ശല്യം, ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി, കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഒരു ബ്ലൂ പ്രിൻ്റാണ് കൈമാറുന്നത്. പിന്നെ അതിനപ്പുറം പ്രധാനമന്ത്രി രാജ്യത്ത് ആദ്യമായി കേരളത്തിലൊരു നഗരസഭാ ഭരണം കിട്ടുമ്പോൾ ഒരു പ്രഖ്യാപനം ഇവിടെ തിരുവനന്തപുരത്ത് BJPയുടെ പരിപാടിയിൽ നടത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനപ്പുറം റെയിൽവേയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗമോ പ്രഖ്യാപനമോ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഒരു വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന സദസ്സിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. അതിൽ BJP കേന്ദ്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്